ഗായ്സ്, അപ്പൊ ഇത് രണ്ടാമത്തെ വീഡിയോ കേട്ടോ. അപ്പൊ നമ്മുടെ ഏട്ടൻ പറഞ്ഞു ഇവിടെ ആന ഇറങ്ങിയിട്ട് നിങ്ങൾ ഇപ്പൊ ഈ നേരത്ത് പോയ പണി 8ന്റെ കിട്ടും. അതായത് ആൾ അവിടെ നിന്ന് വരികയായിരുന്നു. അപ്പൊ അവിടെ ആനയൊക്കെ ഉണ്ട്, അങ്ങനെ പോകണ്ട, നമുക്ക് ഇന്ന ഒരു ദിവസം നേരത്തെ വാ, നിങ്ങൾ നേരത്തെ വന്നാൽ നമുക്ക് അവിടെ എല്ലാം ഒന്ന് കാണിച്ച് ഞാൻ കാണിച്ചു തരാമെന്ന് കൊണ്ട് ആള് പറഞ്ഞു. ഇപ്പൊ സമയം 4 മണിയായല്ലോ, ഇപ്പൊ എന്തായാലും കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇത്തിരി സങ്കടത്തോടെ എന്തായാലും ആ ഒരു ഓഫ് റോഡ്, വലിയൊരു ഓഫ് റോഡാണ്, അങ്ങോട്ട് പോകാൻ വേണ്ടി വേറൊരു ഓഫ് റോഡ് പിടിച്ചു. ഗൈസ് വേറെ അതിനും കാട്ടിയും വേറെ ലെവൽ എന്ന് വെച്ചാൽ അത് മറ്റേത് അറ്റൻഡ് ചെയ്തിട്ട് ഇങ്ങോട്ട് വരാന്നുള്ളൊരു തോന്നലായിരുന്നു. പക്ഷെ ഇതിനും കാട്ടി നല്ലൊരു ഓഫ് റോഡാണ് അടുത്താണ്. അപ്പൊ അത്യാവശ്യം എന്താണ്ട ഈ ഒരു ഓഫ് റോഡ് പറഞ്ഞാൽ പക്ക ഓഫ് റോഡ്. പക്ഷെ ഇത് മഴ പെയ്തിട്ടില്ല കേട്ടാ, മഴ ഇപ്പോഴൊക്കെ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി എന്തായാലും ഒന്നുകൂടി ഈ റൂട്ട് പോകും. അപ്പൊ അതാണ്ട ആഫിന്റെ അനിയനൊക്കെ ഇത്തിരി പേടിച്ചു, അവൻ പേടിയില്ല എന്നൊക്കെ പറഞ്ഞു. അവന്റെ ആ ഒരു പിടുത്തം കണ്ടാലെന്നെ അറിയാമല്ലോ, ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഗായ്സ് അവിടെയൊക്കെ ഒന്ന് കറങ്ങി കുറച്ച് നേരം നിന്നു. എന്ന് വെച്ചാൽ ഒരുപാട് നേരം നിൽക്കാൻ പറ്റില്ല, എന്ന് വെച്ചാൽ ആനകൾ ഇങ്ങോട്ടും വരാൻ സാധ്യത കൂടുതലാണ് പറഞ്ഞിട്ട് നേരെ നമുക്ക് ചുള്ളിയ ഡാമിക്ക് പോകാന്നുള്ള ഒരു പ്ലാൻ ആയിരുന്നു. അപ്പൊ ഡാമിക്ക് പോയി അവിടെ കിടന്ന് കറക്കാന്നുള്ള ഒരു പ്ലാൻ ആയിരുന്നു. പിന്നെ അങ്ങനെ ഡാമിക്ക് പോണ റൂട്ടാണ്, അവിടെ നിന്ന് ചെറിയൊരു ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും കഴിഞ്ഞ് ചെറിയ ഓഫ് റോഡാണ്, അതെല്ലാം കഴിഞ്ഞു. പക്ഷേ ഈ ചെറിയ ഓഫ് റോഡ് ആദ്യമൊക്കെ നല്ല ഓഫ് റോഡായിരുന്നു. ഇപ്പം എല്ലാം റോഡെല്ലാം ക്ലിയർ ആക്കി ആകെ ഷോക്കാക്കി ഗായ്സ്. പക്ഷെ എന്തായാലും കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ല. ഇനി എന്തായാലും മഴക്കാലത്ത് ഒന്നുകൂടി ഈ ഭാഗം ഒന്ന് കവർ ചെയ്യാന്നുള്ള പ്ലാൻ ഉണ്ട്. പിന്നെ അങ്ങനെ ഞങ്ങൾ അങ്ങനെ ചുള്ളിയ ഡാമിക്ക് വിടാനുള്ള ഗ്യാപ്പാണ്. എന്താ വെച്ചാൽ ഈ ഒരു ഓഫ് റോഡ് നമുക്ക് എന്തായാലും പോയല്ലോ. പിന്നെ അങ്ങോട്ട് പോണ റൂട്ടാണിത്, ചുള്ളിയ ഡാമിക്ക് പോണ റൂട്ട് പറഞ്ഞാൽ നല്ലൊരു വഴിയുണ്ട്. പക്ഷെ ഞങ്ങൾ അത് ചൂസ് ചെയ്തില്ല, വേറൊരു വഴി ഗൈസ്. എന്താ ഒരു മാവൻ തോട്ടത്തിന്റെ ഉള്ളിൽ കൂടിയും ഇതൊക്കെ പ്രൈവറ്റ് ഏരിയ ആണ്, പോയത് പിടിച്ചു കഴിഞ്ഞാൽ സീനാണ്. പക്ഷെ എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് പോയി. പിന്നെ പോണ റൂട്ടിൽ കാഴ്ചകളാണിത്, കുറേ മാടുകളും അതേപോലെ നല്ല നല്ല കാഴ്ചകളായിരുന്നു, നല്ല ഗംഭീര കാഴ്ച. താണ്ട പ്രൈവറ്റ് ഏരിയക്ക് കയറാൻ ഒത്തിരി പേടിയുണ്ടായിരുന്നു, പക്ഷെ എങ്ങനെയൊക്കെയോ കയറി പറ്റി. പിന്നെ അങ്ങനെ ചുള്ളിയ ഡാമിക്ക് നമുക്കൊരു പോണ സ്പോട്ട് ഉണ്ട്, അവിടെ പോണ റൂട്ട് തന്നെയാണ്. ഒരു ഊഞ്ഞാലും കാര്യങ്ങളും കുട്ടികൾ കളിക്കുന്ന സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഒരു വൈബ് സ്പോട്ട് പറഞ്ഞാൽ ഒന്നൊന്നര വൈബ് സ്പോട്ട് തന്നെ. ഇതൊരു വൈബ് സ്പോട്ടാണ്, ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ പോയി കുറേ നേരം ഞങ്ങളെല്ലാവരും കൂടി എന്താ പറയുക, പഴയ ഓർമ്മകൾ എന്ന് പറയാമല്ലോ, കുറേ ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ആടി എന്തായാലും വൈബായിരുന്നു. അവിടെ കുട്ടികൾക്ക് വേണ്ടി വെച്ചതാണ്. പിന്നെ ഞങ്ങൾ കുറേ നേരം ഇരുന്ന് കളിച്ച് അവിടെ കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് പിന്നെ അവിടെ നിന്ന് കുറച്ച് അങ്ങനെ നേരിട്ട് നമ്മൾ ചുള്ളിയ ഡാമിക്ക് പോണ റൂട്ടാണ്. പിന്നെ അത് ഫുള്ള് മാവുന്തോട്ടത്തിന്റെ നടുവിൽ കൂടെ വേറെ നല്ല റോഡുണ്ട്, പക്ഷെ ഞങ്ങൾ അത് വീണ്ടും ചൂസ് ചെയ്തില്ല. പിന്നെ ഞങ്ങൾ കെട്ട റോഡ് പോകാന്നുള്ള പ്ലാനിൽ കെട്ട റോഡിൽ കൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് കാഴ്ച. പക്ഷെ ഗംഭീര സ്പോട്ട് പറഞ്ഞാൽ ഗംഭീര. എന്താ വെച്ചാൽ ഞങ്ങൾ പോയ സമയം കറക്റ്റ് 4 മണി തൊട്ട് 3:30ക്കാണ് ഇറങ്ങിയത്. പിന്നെ 4 മണി 4:30 ആയല്ലോ, നല്ല ഗംഭീര കാഴ്ചയായിരുന്നു. പിന്നെ ചുള്ളിയ ഡാമിക്ക് അവിടെ എത്തുമ്പോഴാണ് അറിഞ്ഞത് കാഴ്ച അവിടെ ബ്ലോക്ക് ചെയ്ത് നിൽക്കുകയാണ്, അവിടെ പോകാൻ പാടില്ല, അവിടെ എന്താ പറയാ മൊത്തം മണല് എന്തൊക്കെയോ റെഡിയാക്കുകയാണ്, ഡാം റെഡിയാക്കുകയാണ്, അങ്ങനെ കയറ്റി വിടില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ വേറെ സ്പോട്ട് പിടിച്ചപ്പോൾ അവിടെ നിന്ന് കുറച്ച് കാഴ്ചകളും കാര്യങ്ങളൊക്കെ അയച്ചു. പിന്നെ അവിടെ ഇരുട്ടാകാൻ തുടങ്ങി. പിന്നെ അതാണ് ചുള്ളിയ ഡാമിന്റെ പകുതി. പിന്നെ അവന്റെ അപ്പുറം കറക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് എല്ലാം കെട്ടിപ്പെറുക്കി ഇറങ്ങി നേരെ ഒരു ചായക്കടയിൽ പോയി ചായയും കാര്യങ്ങളൊക്കെ കുടിച്ച് ഇന്നത്തെ യാത്ര ഇതോടെ കഴിഞ്ഞു ഗൈസ്. ഇതിന്റെ പാട്ടുപാട്ടായിട്ട് വീഡിയോ ഞാൻ എന്റെ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട്, കാണാൻ താല്പര്യമുള്ള അക്കൗണ്ടിൽ പോയി നോക്കിയാൽ മതി. പിന്നെ ചായയും കാര്യങ്ങളെ കുറിച്ച് കുറെ നേരം സംസാരിച്ച് നേരെ ഞങ്ങൾ മുന്നോട്ട്. അപ്പൊ ഇങ്ങനത്തെ നല്ല നല്ല വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അക്കൗണ്ടിൽ ഫോളോ ചെയ്യാം. ഓക്കെ, ബൈ.